പ്രത്യാശയുടെ സന്ദേശവുമായി വിശ്വാസി സമൂഹം ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കും. യേശുദേവനെ കുരിശിലേറ്റിയ ശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഈസ്റ്റർ. 50 നോമ്പ് ആചരണത്തിന്റെ അവസാനം കൂടിയാണ് ഈ ദിനം. ദേവാലയങ്ങളും നോമ്പ് ആചരണത്തിന്റെ വിശുദ്ധിയോടെ വിശ്വാസി സമൂഹവും ഈസ്റ്റർ ആഘോഷത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ദേവാലയങ്ങളിൽ ഞായറാഴ്ച രാവിലെ തന്നെ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടക്കും. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഈസ്റ്റർ ദിന ആശംസകളും അറിയിച്ചു. ഏജനെറ്റ് ന്യൂസ് ചാനലിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈസ്റ്റർ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഈസ്റ്റർ എന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അന്തിമ വിജയം എപ്പോഴും നന്മയുടേതായിരിക്കുമെന്നും നന്മയെ തോൽപ്പിക്കാൻ തിന്മയ്ക്കൊരിക്കലും ആവില്ല എന്നും തിന്മയുടെ എല്ലാ ശക്തികളും നന്മയ്ക്ക് മുൻപിൽ അന്തിമമായി കീഴടങ്ങുമെന്നുമുള്ള സനാതനമായ സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത്. ദൈവവും തിന്മയുടെ ശക്തിയും തമ്മിലുള്ള നിരന്തരമായ പോരാട്ടത്തിൽ അന്തിമ വിജയം ദൈവത്തിൻ്റെതാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈസ്റ്റർ ചെയ്യുക. ക്രിസ്തു കാൽവരിയിലെ കുരിശിൽ എല്ലാവർക്കും വേണ്ടി പീഡ സഹിച്ചു മരിച്ചു. തിന്മയുടെ ശക്തികളെ ആയുധബലം കൊണ്ട് തോൽപ്പിക്കാൻ ക്രിസ്തു ശ്രമിച്ചില്ല. യുദ്ധം കൊണ്ട് പരിഹരിക്കാനല്ല അവിടുന്ന് പരിശ്രമിച്ചത്, മറിച്ച് സഹനത്തിലൂടെ അവിടുന്ന് വിജയം വരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, പശ്ചിമേഷ്യ മുഴുവനും യുദ്ധത്തിൻ്റെ വലിയ കെടുതി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സാമ്രാജ്യ ശക്തികൾ ഒളിഞ്ഞും തെളിഞ്ഞും പോരാടുകയാണ്. മിസൈൽ യുദ്ധങ്ങളാണ്, ആയുധബലത്തിൻ്റെ പരീക്ഷണങ്ങളാണ്. ഇപ്രകാരം ഒരു സാഹചര്യത്തിൽ സമാധാനം എന്നും എല്ലാവർക്കും അകലെയായിത്തീരും. ആ സമയത്താണ് ഈസ്റ്റർ നമുക്ക് തരുന്ന വലിയ സന്ദേശം. സമാധാനം കൈവരുന്നത്, ഈ ലോകത്ത് ശാന്തിയും സ്വസ്ഥതയും വരുന്നത് തിന്മയെ നന്മ കൊണ്ട് നേരിടുമ്പോഴാണ്. അപ്രകാരം നന്മയുടെ മാർഗത്തിൽ ചരിക്കുവാൻ ഈ ഉത്ഥാന തിരുനാൾ നമ്മെ എല്ലാവരെയും, വിശിഷ്യ ലോകത്തെ നയിക്കുന്ന സർവരെയും പ്രചോദിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ സങ്കടങ്ങൾക്ക് ഒരു നാൾ ദൈവം അറുതി വരുത്തുമെന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുനാൾ എന്ന തിരിച്ചറിവോടെ എല്ലാവർക്കും ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ. ഹാപ്പി ഈസ്റ്റർ.